ഹലോ. ആ. ഹലോ ശകുന്തള ചേച്ചി, മാമൻ ഉണ്ട് അങ്ങോട്ട് വന്നിട്ട്. മാമനാ? ആ. മാമൻ എന്തിനാടാ നിനക്ക് വരുന്നത്? മാമൻ നിന്റെ മാമീന്റെ അടിക്കല്ലേ ഉണ്ടാവുക? മാമീന്റെ അടുത്ത് ഇല്ല, ഇന്നലെ പോയതാ പോലും. പിന്നെ അറിയാ ശകുന്തള ചേച്ചിന്റെ അടുത്ത് മാമൻ വരുത്തുന്ന എനക്ക് അറിയാം. അതെയാ? ആ. ആ, എന്നാ മാമൻ ഇന്നലെ രാത്രി എൻ്റെ അടുക്ക വന്നിനി. ഇന്നലെ രാത്രിയാ? ആ. അല്ല, നിന്റെ മാമീന്റെ അടുത്തുനിന്ന് ഒന്നും കിട്ടാത്തോണ്ടായിരിക്കൂല എൻ്റെ അടുക്ക വരുന്നുണ്ടാവുക. മാമൻ അങ്ങനെ പറഞ്ഞാ മാമീന്റെ ഒന്നും കിട്ടില്ലെന്ന്? മാമി എല്ലാം പൊതിഞ്ഞു കെട്ടി വെക്കുന്നല്ലാണ്ട് മാമന് കൊടുക്കേണ്ട സാധനം ഒന്നും കൊടുക്കുന്നുണ്ടാവൂല. അതെ, അപ്പൊ കിട്ടാത്തോടൊക്കെല്ലാം ശകുന്തള ചേച്ചി കൊടുക്കലാ? എല്ലാവർക്കും ഒന്നുമില്ല, എന്റെ മാമന് കൊടുക്കാൻ. അതെയാ? ആ, അതെനക്കറിയാം കേട്ടാ. അതുകൊണ്ട് തന്നെയാ ഞാൻ നിങ്ങളെ വിളിച്ചത്. നീയോട് പറഞ്ഞൂടേനുവാ? എന്ത്? അല്ല, മാമൻ ശകുന്തള ചേച്ചീന്റെ അടുക്കുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ മാമി അറിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങളെ വെച്ചേക്കൂല കേട്ടാ. അല്ല, മാമന് കൊടുക്കേണ്ട സാധനമല്ല ഞാൻ കൊടുക്കുന്നുണ്ട്. എന്റെ മാമിയോടും കൊടുക്കാൻ പറയണു. അതിപ്പോ ഒരു കാര്യം ചെയ്യും, ശകുന്തള ചേച്ചി തന്നെ പോയിട്ട് മാമിയോട് പറ. നിന്റെ മാമനെ ഞാൻ എടുത്തോട്ട് വന്നൊന്നുമല്ല, അങ്ങേര് തനിയെ വന്നതാണ്. അങ്ങേര് തനിയെ വന്നതൊന്നുമല്ല, നിങ്ങൾ കയ്യും കണ്ണും കാണിക്കാണ്ടൊന്നും മാമൻ വരൂല. കേട്ടാ? അല്ല, നിന്നോട് എന്നോട് മാമനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയാം, ഞാൻ ഒന്ന് രണ്ടോട്ടം കണ്ടിന് നിങ്ങളടുത്ത് മാമൻ വരുന്നു. പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് മാമനായിട്ട് കൊഞ്ചി കൊഞ്ചി സംസാരിക്കുന്നതെല്ലാം ഞാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ആ. പിന്നെ അല്ലേ, ഞാനിനി എന്താ പറയണ്ടേ? പിന്നെ മാമന അങ്ങ് വന്നിട്ടുണ്ട്. മാമൻ ഈ വരെ വീട്ടിലെത്തിയില്ല. നിങ്ങൾ എന്നാ കൊടുത്തേ മാമന്? ആ, മാമന് കൊടുക്കേണ്ട എല്ലാം കൊടുത്തു. അല്ല, നിങ്ങൾക്ക് എന്തിനാ ഈ വേറെ ആളെ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ കയറ്റുന്നു? ഞാനിത് എടുത്തോട്ട് വന്നല്ല എന്റെ മാമനാ. അല്ല, വന്നെന്നെ സമ്മതിച്ചു. നിങ്ങൾ എന്തിനാ ഇത് ഓറെ ഇങ്ങനെ വിളിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിക്ക് പുറത്ത് വേറെ എത്ര ആളുണ്ട്? കല്യാണം കഴിക്കാതെ കുറെ ആളില്ലേ? അവരാരെങ്കിലും വിളിച്ചാ പോരെ? അയ്യോ, എന്നാലും ഞാൻ അവർക്കും കൊടുക്കൂ. അപ്പൊ അത് സപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നയാ? വീട്ടിൽ കിട്ടാത്ത സാധനം ആയോണ്ടാണല്ലോ എന്റെ അടുത്ത് വരുന്നത്. വീട്ടിൽ കിട്ടാതെ അങ്ങനെ നിങ്ങൾ പറയല്? പിന്നെ കൊടുക്കാല്ലേ വരുന്നത്. അതെനക്കറിയില്ല, ഞാൻ മാമിയോട് മാമന്. നീ മാമിയോട് പോയി ചോദിച്ചു നോക്ക്, മാമൻ നിങ്ങളൊന്നും കൊടുക്കില്ലേ. നിങ്ങൾ പറഞ്ഞതെന്നും കൂടി പറയാ അല്ലേ? ഞാൻ പറഞ്ഞെന്ന് പറയട്ടെ, ചോദിച്ചു നോക്കിയാ മതി. അത് ശരി, ഞാനെങ്ങനെയാ ചോദിച്ചു നോക്കുക? മാമൻ ഇങ്ങനെ ശകുന്തള ചേച്ചിയുടെ അടുക്കലും മാമൻ ഇന്നലെ അന്ന് പറഞ്ഞേ. അങ്ങനെ പറയണോ? അങ്ങനെ പറഞ്ഞു. പിന്നെ മാമി നേരെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാ കേട്ടോ. അല്ല, എന്റെ അടുക്ക വന്നാൽ ഞാൻ മാമിയോട് ചോദിക്കുമല്ലോ. നീ ആടന്ന് കൊടുക്കാതോണ്ടല്ലേ എന്റെ കെട്ടിയോൻ എന്റെ അടുക്ക വരുന്നെന്ന് പറയും. നന്നാവും നേരം. അല്ല, അത് നന്നാവും. അല്ലാണ്ട് നിങ്ങള് മാമന്റെ പൈസ കണ്ടിട്ടൊന്നും അല്ല അല്ലേ? മാമന്റെ ഇഷ്ടം പോലെ പൈസയില്ലേ? ഇഷ്ടം പോലെ പൈസ ഉണ്ട്. പൈസ എത്ര ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല കേട്ടാ. അല്ല, പറ. അല്ല, എനിക്ക് വേണ്ടിട്ട് എനിക്കും തരും. അനക്കിപ്പോ എന്തായാലും തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അത് ഞാൻ പറയാരെങ്കിലും നോക്കിക്കോളും. എന്തായാലും മാമനെ സമ്മതിക്കണം, നിങ്ങളടുത്ത് വരുന്നോണ്ട്. മാമന് വേറെ ആരും കിട്ടിയിട്ടില്ല. അന്നെയാണ് താല്പര്യം, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഇല്ല, അത് മാമൻ പറഞ്ഞാ. മാമൻ എന്തിനാ പറയുന്നേ? മാമന്റെ കളി കാണുമ്പോ അറിയില്ലേ? നിങ്ങള് മാമനെ വളച്ചെടുത്തിയല്ലേ? വളച്ചെടുത്തിരുന്നിട്ട മാമന്റെ കളി അതുമാതിരിയാ കളി കേട്ടാ. ശരി, മാമന്റെ കളിയെ പറ്റി മാമൻ ഗൾഫിൽ നിന്ന് വന്നേരോ മാമന്റെ പൈസയിലുണ്ട് നിങ്ങള് വളച്ചല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. അത് നാട്ടിലെല്ലാം പാട്ട് വന്നു കേട്ടോ. ഞാൻ എന്റെ മാമനെ വളച്ചും തിരിച്ചൊന്നും എടുത്തിട്ടില്ല. അവൻ നേരെ ഇങ്ങോട്ട് വന്നേ. അതിങ്ങനെ നേരെ ഒരാൾ അങ്ങോട്ട് വരുവാ. ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ഞാൻ മാമിയോടല്ല പറയാൻ പോകുന്നത്. ആരോടാ? ഞാൻ വേറൊരാളുണ്ട് പറയേണ്ട ആള്, ഞാൻ അയാളോട് പറയും കേട്ടാ. അയച്ചക്കല്ലേ വരുത്ത്. നീ വേണ്ടത് വേണ്ടിയൊന്നും കാണിക്കല്ലേ? ആരോട്? ഞാൻ സുഖമായിട്ടിനോട് പറയൂ. അപ്പൊ മാമിയോട് പറഞ്ഞോന്നല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങള് ഈ നിങ്ങളെ കെട്ടിയ സുഖാട്ടം വരുമ്പോഴേക്ക് നിങ്ങൾ ഇത് കണ്ടോട്ടൊക്കെല്ലാം കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളെന്നാ കൊടുക്കും? അങ്ങനെയാണെങ്കിൽ
അയാൾക്ക് വരുമ്പോ ഇതിന്റെ ബാക്കി കൊടുക്കും. ആ എന്നാ അയാളെങ്കിൽ വരട്ടെ. അയാളെന്നിപ്പോ വരുവാ? അയാളെ നമ്പർ ഞാൻ ഇടന്ന് കിട്ടുമോ കേട്ടാ? ആ നോക്ക്. എന്നിട്ട് ഞാനത് പറയാ. എന്താ ആ അങ്ങനെ ഇപ്പൊ നിങ്ങൾ മാത്രം അങ്ങനെ കളിച്ച് വീഴ്ച നടക്കണ്ട. അല്ലേ? അസൂയൊന്നല്ല. നിങ്ങൾ മാമനെ വിട്, എന്നിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. എന്തായാലും എനക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ നീ വാ. ഞാൻ വരാന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അതിന് മാത്രം പൈസ ഒന്നുമില്ല. നിങ്ങൾക്ക് പൈസ അല്ലേ വേണ്ടേ? എനിക്ക് പൈസ കുറച്ച് തരും ഞാൻ. അങ്ങനെ കുറച്ച് തരും പൈസ. അപ്പൊ പൈസക്ക് ഞാന്ന് ഞാൻ വെറുതെ പറഞ്ഞു. വെറുതെ പറയാനാ? എങ്ങനെ വെറുതെ പറയാ? ഞാൻ പൈസക്കൊന്നും അല്ല, വെറുതെ പറഞ്ഞാന്ന്. ഓ മാമനെ ഇഷ്ടപ്പെട്ടിട്ടാ? അതെന്നാ ഇത് മാമനെ പണ്ടേ ഇഷ്ടം. എന്നാ പിന്നെ ഇത് കെട്ടിയാ പോരെ. നിങ്ങൾ എന്തിനാ ഈ സൂനെ കെട്ടാൻ പോയിന്? അവളേക്ക് എന്റെ മാമൻ പോയിട്ട് എന്റെ മാമിനെ കെട്ടിയില്ലേ? അതെ, പിന്നെ നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറയാതുകൊണ്ടല്ലേ. എന്നിട്ട് ഇപ്പൊ അവരുടെ ഇടയിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കാൻ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ട്, മാമൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നീ പിന്നെ പോയിട്ട് മാമിയോട് പറഞ്ഞു. മാമയോട് പറയാന്നില്ല. മാമന്റെ അടുത്ത് മാമ എന്നും മാമിന്റെ അടുത്ത് എത്തിയില്ല. ഇനി ചിലപ്പോ ഇന്ന് വൈകുന്നേരം മാമൻ നിങ്ങളുടെ തന്നെ വരുക. മാമിയായിട്ട് ഇന്നലെ എന്തെല്ലാം ഉടക്കിയിട്ടാണ് പോയിന്നത്. അതെയാ? മാമി എന്നിട്ട് നടന്ന് എല്ലാവരോടും വിളിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോ മാമി പോയിട്ട് എവിടെയെങ്കിലും ഇത് പരാതി കൊടുക്കുകയും ചെയ്യും കേട്ടോ. അന്നേരം അതോടെ നിങ്ങൾ കൊടുക്കും. കൊടുത്തോട്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. മാമനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കാണുന്നില്ല. അതാണ് അവസ്ഥ. മാമൻ അങ്ങോട്ടേക്ക് വന്നോളൂ. വന്നോളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പൊ അവിടെ ഉണ്ടാ? അല്ലെങ്കിൽ നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നോളൂ. എന്നാലും ഞാൻ തിരിച്ചങ്ങോട്ട് വരാൻ? അല്ല, എന്റെ അടുത്തേക്ക് തന്നെ വരും. വൈകുന്നേരം അങ്ങനെ വരും തൊട്ടാ പോയിന്? പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, മാമീന്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിൽ നേരെ തിരിച്ച് എന്റെ അടുത്ത് തന്നെയാണല്ലോ വരുവോ. അല്ല, അതിന് മുന്നേ മാമി എവിടെയെങ്കിലും പോയിട്ട് പരാതി പറയും കേട്ടാ. അത്ര നേരം മാമി നിൽക്കില്ല. മാമിക്ക് അറിയില്ല നിങ്ങളുടെ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മാമി ആൾക്കാരെ ഇങ്ങോട്ട് നിങ്ങളടുത്ത് വരും. മാമീന്റെ ആങ്ങളോടൊപ്പം പോയിട്ട് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ ഒരാളെ കാണാഞ്ഞ പിന്നെ നിങ്ങള് ആളെ കൈയും കാണിച്ചിട്ട് നിങ്ങളെ വീടിനകത്ത് കൂട്ടിയിട്ട് അവിടെ വീട്ടിലാക്കുവാണ്ട് എന്നിട്ട് എന്റെ മാമി ഒന്നും കൊടുക്കായിട്ടില്ലെന്ന് പറഞ്ഞാല് നാണക്കേടോ തന്നെയല്ലേ എന്റെ മാമിക്ക് തന്നെ. നാണക്കേട് മാമിക്ക് മാത്രമൊന്നല്ല, നിങ്ങൾക്കല്ലേ കൂടുതൽ നാണക്കേട് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇത്രക്ക് കളിക്ക് വരാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് കളിപ്പിക്കില്ല. അതുകൊണ്ട് എന്റെ മാമന്റെ കളിയാണ് നല്ലത്. മാമന്റെ കളിയാ നല്ലതെന്ന് പറഞ്ഞാല് നിങ്ങള് അത് ആദ്യമേ അപ്പൊ ഇതന്നെയാണ് സ്ഥിരം പരിപാടിയല്ലേ. ഞാൻ കാണലുണ്ട് കേട്ടാ. ഇടക്കിടക്ക് അങ്ങോട്ട് വരുന്നേ. ഇതുവരെ രാത്രി മുങ്ങിയിട്ടില്ല. പകലായിരിക്കുമല്ലേ പരിപാടി? പകലും വരുത്തുണ്ട്, രാത്രിയും വരുത്തുണ്ട്. നിങ്ങൾക്ക് നാണമൊന്നുമില്ലേ ഇതൊന്നും പറയാ? നാണോ? അല്ലേ, നിങ്ങളെ കെട്ടി തൊട്ട് മോശമല്ല. അയാള് കിട്ടില്ലേ കളിക്കാനൊന്നും? നിങ്ങൾക്ക് വേണ്ടുന്ന അയാള് തരത്തില്ല? അതെ, നിങ്ങൾക്ക് വേണ്ടുന്ന അയാൾ തന്നില്ല. നിങ്ങൾ പിന്നെ പുറത്തുള്ളോട്ടത് വാരി തിന്നാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാനെല്ലാം വിളിച്ചിന്. വിളിക്കാണ്ട് പിന്നെ പറഞ്ഞു വന്നയാ? പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് വന്നയാ?